മൂലൻസ് കുടുംബചരിത്രം തുടങ്ങുന്നത് അങ്കമാലിക്കരയിൽ കിടങ്ങൂരിൽ 1860കളിൽ ജനിച്ച കൊച്ചുദേവസിയുടെ പരമ്പരയായാണ്. ഒരു സാധാരണ കർഷക കുടുംബമായിരുന്ന കൊച്ചുദേവസി കുഞ്ഞീലി ദമ്പതികൾക്ക് 3 മക്കൾ: കൊച്ചാപ്പു, ചാക്കപ്പൻ, കുഞ്ഞുവറീദ്. കുഞ്ഞുവറീദ് ഒരു വേറിട്ട ചിന്താഗതിക്കാരനായിരുന്നു. 1904 ഏപ്രിൽ 23 ജനിച്ച കുഞ്ഞുവറീദ് കാലടി കുന്നപ്പള്ളി ഔസേപ്പ് ത്രേസ്യ ദമ്പതികളുടെ ഇളയ മകൾ കുഞ്ഞാളിച്ചി എന്ന ത്രേസ്യയെ വിവാഹം ചെയ്തു. ഈശ്വരവിശ്വാസവും കഠിനാധ്വാനവും സത്യസന്ധതയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈ ദമ്പതികൾ മക്കൾക്കും മറ്റുള്ളവർക്കും മാതൃകയായി. ആ കാലഘട്ടത്തിലെ പാട്ടവ്യവസ്ഥിതികൾ കുടുംബത്തെ പോറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ട് പുതിയ സംരംഭങ്ങൾ പരീക്ഷിക്കാൻ കുഞ്ഞുവറീദ് തീരുമാനിച്ചു. ഈറ്റാപ്പനമ്പിന്റെ മൂലവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുള്ള വിപണനം, പാത്രങ്ങളുടെ വിൽപ്പന, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം, പലചരക്ക് വ്യാപാരം തുടങ്ങി പലതും ആ കാലങ്ങളിൽ അദ്ദേഹം പരീക്ഷിച്ചു. അങ്ങനെ മൂലൻസ് കുടുംബം സമൂഹത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. വറീദ് ത്രേസ്യ മക്കൾക്ക് 5 മക്കളായിരുന്നു. മൂത്തമകൾ മറിയംകുട്ടിയെ അങ്കമാലി വല്ലത്തുംകാരൻ പടയാട്ടി റപ്പായിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് ജോർജ് കുട്ടി, ടോമി, ആലിസ്, ബാബു, മോളി, സിസ്റ്റർ മരിയ ഗൊരേത്തി എന്നീ മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഫിലോമിന ത്രേസ്യാമ്മ, ജോർജ്, മോളി, തോമച്ചൻ എന്നിവർ മരുമക്കളായിരുന്നു. 1994 സെപ്റ്റംബർ 4 റപ്പായിയും 1995 ജാനുവരി 10 മറിയംകുട്ടിയും 2013 ഏപ്രിൽ 3 മകൻ ടോമിയും നിര്യാതരായി. രണ്ടാമത്തെ മകൻ ദേവസി 1929 ഫെബ്രുവരി 19 ജനിച്ചത്. 21 വയസ്സിൽ നീലീശ്വരം അറയ്ക്ക ഏലിക്കുട്ടി എന്ന കുഞ്ഞേലിയെ വിവാഹം ചെയ്തു. അമ്മയുടെ ഈശ്വരവിശ്വാസം ഏറ്റുവാങ്ങി 3ാമത്തെ മകൻ ജോസഫ് ഒറീസായിൽ മിഷണറിയായി. സ്പെയിനിൽ വെച്ച് 1964 ജൂൺ 28 തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ ജോസഫ് ഗോപാൽപൂരിൽ റെക്ടറായി പ്രവർത്തനമാരംഭിച്ചു. സൗര ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ അനുമതി നേടിയ അദ്ദേഹം അവർക്കായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. മറ്റു വൈദികരുടെ സഹകരണത്തോടെ നിരവധി സെന്ററുകളും പാരീഷുകളും സ്കൂളുകളും സ്ഥാപിച്ച അദ്ദേഹം ധാരാളം പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ക്രൈസ്റ്റ് നഗർ, മേരി നഗർ, വിൻസെന്റ് നഗർ, ബദലി, ജദിലി, റോഡ്പൂർ തുടങ്ങിയവയാണ് അദ്ദേഹം സ്ഥാപിച്ച പ്രധാന സെന്ററുകൾ. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി നിർവഹിച്ച ഫാദർ ജോസഫ് മൂലൻ ഹൃദയസംബന്ധമായ രോഗത്താൽ 2012 നവംബർ 23 നിര്യാതനായി. താൻ ആദ്യം സ്ഥാപിച്ച ക്രൈസ്റ്റ് നഗറിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അടക്കം ചെയ്ത അന്ന് 10,000-കണക്കിന് ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. സകലർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നിലകൊണ്ട ഫാദർ ജോസഫിനെ മൂലൻസ് കുടുംബത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത പുണ്യവാളനായി എന്നും കണക്കാക്കുന്നു. സഹോദരന്റെ പാത പിന്തുടർന്ന് 1939 ജൂലൈ 3 ജനിച്ച തോമസ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒറീസായിൽ മിഷണറിയായി. 1967 മാർച്ച് 12 ആലുവയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ തോമസ് മൂലൻ റെക്ടറായും വികാരിയായും ഇടയ്ക്ക് അങ്കമാലി ബസിലിക്ക അസിസ്റ്റന്റ് വികാരിയായും സേവനം ചെയ്തു. ഒറീസ, എത്യോപ്യ, മൈസൂർ, പൂന എന്നിവിടങ്ങളിൽ സേവനം ചെയ്തിട്ടുള്ള ഫാദർ തോമസ് മൂലൻ ഇപ്പോൾ ആലുവയിൽ വിശ്രമജീവിതം നയിക്കുന്നു. നിർധനരായവർക്ക് വീടുകൾ, വിദ്യാഭ്യാസ സഹായം, കപ്പേളപ്പണി, അങ്കമാലി ബസിലിക്ക നിത്യാരാധനാലയത്തിന്റെ പുനരുദ്ധാരണം തുടങ്ങി പല ചാരിറ്റി പ്രവർത്തനങ്ങളും മൂലൻസ് കുടുംബാംഗങ്ങളോട് ചേർന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ പകർന്നു നൽകിയ പുണ്യം പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ലാതെ ചാരിറ്റി പ്രവൃത്തികൾ ചെയ്ത് മൂലൻസ് കുടുംബത്തിലെ അടുത്ത തലമുറയ്ക്കും വഴികാട്ടിയായി അദ്ദേഹം മുന്നോട്ടു പോകുന്നു. 5ാമത്തെ മകൾ ത്രേസ്യാമ്മയെ കറുകുറ്റി ഭരണികുളങ്ങര വർഗീസായിരുന്നു വിവാഹം ചെയ്തത്. പോളി, ഷേർലി, ജോളി, സോളി എന്നിവർ മക്കളും ലവി, വിൻസെന്റ്, പ്രീന, ലിഡ്സൺ തുടങ്ങിയവർ മരുമക്കളുമാണ്. 2013 മാർച്ച് 19
വർഗീസ് നിര്യാതനായി. മൂലൻ ദേവസി കുഞ്ഞേലിയ ദമ്പതികൾക്ക് ദൈവം 7 മക്കളെ നൽകി. മൂത്തമകൾ ഗ്രേസി ദൈവീക വേലകളിൽ ഏർപ്പെട്ട ഇളയപ്പന്മാരെ പിന്തുടർന്ന് കന്യാസ്ത്രീയായി. 1973 നവംബർ 4 ഒറീസായിൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയിൽ സഭാവസ്ത്രം സ്വീകരിച്ച സിസ്റ്റർ ഗ്രേസി സ്കൂൾ പ്രിൻസിപ്പലായും പ്രൊവിൻഷ്യൽ സെക്രട്ടറിയായും പ്രൊവിൻഷ്യാലായും സോഷ്യൽ വർക്കറായും സേവനം ചെയ്തു. ഇപ്പോൾ കൽക്കറ്റയിൽ ജോലി ചെയ്യുന്നു. മൂലാൻസ് കുടുംബാംഗങ്ങളുമായി ചേർന്ന് മണിപ്പൂരിലെ നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ വർഗീസ് ഇടപ്പള്ളി കുരിശുപറമ്പൻ ജെയിനെ 1983 വിവാഹം ചെയ്തു. വിജയ്, ജയശ്രീ എന്നിവരാണ് മക്കൾ. സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന വിജയ് ഇടപ്പള്ളിയിൽ നിന്നുള്ള മീരയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. MBBS കഴിഞ്ഞ ജയശ്രീ ഇപ്പോൾ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ ജോസ് കറുകുറ്റി ചിറ്റിലപ്പള്ളി ആനിയെ 1987 വിവാഹം ചെയ്തു. ഗീതു, നവിൻ, പ്രവീൺ എന്നിവരാണ് മക്കൾ. കോട്ടയം 3 കണ്ടത്തിൽ മെൽവിൻ ഗീതുവിനെ വിവാഹം ചെയ്തു. അവർക്കൊരു മകൻ റയൻ. നവിൻ MBBS കഴിഞ്ഞ് ചലാക്കൽ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു. പ്രവീൺ MBA കഴിഞ്ഞു നിൽക്കുന്നു. നാലാമത്തെ മകൾ അൽഫോൻസായെ അയിരൂർ കുത്തിയതോട് ജോർജ് മണവാളിന് 1985 വിവാഹം ചെയ്തു കൊടുത്തു. അങ്കമാലി കിടങ്ങൂരിൽ താമസിക്കുന്ന അവർ മൂലൻസ് ഗ്രൂപ്പിനൊപ്പം ബിസിനസ് ചെയ്യുന്നു. ടിനോയും ടിനായുമാണ് മക്കൾ. ഖത്തറിൽ ബിസിനസ് ചെയ്യുന്ന ടിനോ തിരുവല്ല സോണിയയെ വിവാഹം ചെയ്തു. ടീനയെ കോട്ടയത്ത് ലിജിയോ വിവാഹം ചെയ്തു. ഇപ്പോൾ അവർ ഖത്തറിലാണ്. അഞ്ചാമത്തെ മകൻ സാജു കോതമംഗലം ഭൂതത്താൻകെട്ട് തെക്കേക്കര സിനിയെ വിവാഹം ചെയ്തു. മക്കളായ ശ്രീജിത്ത്, ജോൺ, മോണിക്ക എല്ലാവരും പഠിക്കുന്നു. ആറാമത്തെ മകളായ സുജയെ യോർദനാപുരം കുന്നേക്കാടൻ ജോർജ് 1993 വിവാഹം ചെയ്തു. മക്കൾ സ്നേഹ, അലൻ, ടോണി എല്ലാവരും പഠിക്കുന്നു. ഇളയ മകനായ ജോയി പുത്തൻ പീടികയിൽ പടിഞ്ഞാറേത്തല കാർമലിനെ 2001 വിവാഹം ചെയ്തു. മക്കളായ ക്രിസ്റ്റയും ക്രിസ്ലിനും പഠിക്കുന്നു. പിതാവായ കുഞ്ഞുവറീദിനൊപ്പം മകൻ ദേവസി എല്ലാ രംഗങ്ങളിലും ശോഭിച്ചിരുന്നു. മാതാപിതാക്കളോടൊപ്പം കഠിനാധ്വാനം ചെയ്ത ദേവസിയും ഭാര്യ ഏലിക്കുട്ടിയും കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുകയും പാട്ടഭൂമി കുറച്ച് സ്വന്തം ഭൂമിയാക്കി കൃഷി വികസിപ്പിച്ചു. 70കളിൽ നെൽകൃഷിക്കു പുറമെ നാണ്യവിളകളിലേക്കും തിരിഞ്ഞ ദേവസി പലചരക്ക് വ്യാപാരവും വികസിപ്പിച്ചു. എന്നാലും കൂടുതൽ സാമ്പത്തിക ഭദ്രത നേടാൻ മക്കളെ ഗൾഫിൽ അയക്കാൻ ശ്രമിച്ചു. സഹോദരന്മാരായ ഫാദർ ജോസഫിൻ്റെയും ഫാദർ തോമസിൻ്റെയും സഹായത്തോടെ മൂത്ത മകനെ 1982 സൗദിക്ക് അയച്ചു. പക്ഷേ 1984 നടത്തിയ വിസ ബിസിനസ് സംരംഭങ്ങളുടെ തകർച്ച മൂലം കുടുംബത്തിൽ പലതും നഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പിന്തുണ മൂലം ദേവസിക്ക് കുടുംബത്തെ ശക്തമായ കെട്ടുറപ്പോടെ പിടിച്ചു നിർത്താനായി. മാതാപിതാക്കളുടെ സത്യസന്ധതയും ഈശ്വരവിശ്വാസവും ആത്മാർത്ഥതയും സ്വാർത്ഥതയില്ലാത്ത ജീവിതവും ഈ ആപൽഘട്ടത്തിൽ 3 തലമുറയെയും ഒറ്റക്കെട്ടായി നിർത്തുവാൻ കഴിഞ്ഞുവെന്നത് മൂലൻ കുടുംബത്തിന്റെ ചരിത്രത്തിൽ സ്വർണലിപികളിൽ എഴുതപ്പെട്ട ഏടാണ്. അത് കുടുംബത്തിലെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ ചെയ്ത പുണ്യം കൊണ്ടു മാത്രമാണെന്ന് ഇന്നത്തെ തലമുറ വിശ്വസിക്കുന്നു. 1984 ഏപ്രിൽ 24 മൂലൻ വറീദ് നിര്യാതനായി. കുടുംബത്തെ തകർച്ചയിൽ നിന്നും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ 4-5 വർഷമെടുത്തു. കിടങ്ങൂരിൽ നിന്നും 1951 അങ്കമാലി കല്ലുപാലം റോട്ടിലേക്ക് മാറിയ കുടുംബം ഈ പ്രശ്നത്തോടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഭാഗത്ത് ഇപ്പോഴത്തെ തറവാട്ടിലേക്ക് മാറി. ദേവസി ഉള്ള കൃഷിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ നൽകി. 2-3 വർഷങ്ങൾക്ക് ശേഷം പലചരക്ക് വ്യാപാരം തുടങ്ങി. 88-89 കാലഘട്ടങ്ങളിൽ ആൺമക്കളെ കൂട്ടിയോജിപ്പിച്ച് ചെറിയ തോതിൽ കയറ്റുമതി ആരംഭിച്ചത് കുടുംബത്തിന്റെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. ദേവസിയും രണ്ടാമത്തെ മകൻ ജോസും നാട്ടിലും മൂത്ത മകൻ വർഗീസും മൂന്നാമത്തെ മകൻ സാജുവും സൗദിയിലുമായി വീണ്ടും ബിസിനസ്സുകൾ ആരംഭിച്ചു. പഠിത്തം കഴിഞ്ഞ് ഇളയ മകൻ ജോയിയും അപ്പനോടൊപ്പം ബിസിനസ്സിൽ ചേർന്നു.
തുടക്കത്തിലെ നഷ്ടങ്ങളുടെ കഥകളായിരുന്നെങ്കിലും ഈശ്വരാനുഗ്രഹത്താലും സ്വാർത്ഥതയില്ലാത്ത കഠിന പരിശ്രമങ്ങളാലും ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥനകളാലും പതുക്കെ വിജയത്തിൻ്റെ പടവുകൾ താണ്ടി. മക്കളുടെ വ്യത്യസ്ത കഴിവുകളെ ഏകോപിപ്പിച്ച് വിജയം കൊയ്യാൻ ദേവസിക്ക് ഉയർന്ന ബിരുദങ്ങളുടെ അകമ്പടി ആവശ്യമായിരുന്നില്ല. ഉൽപാദനം, കയറ്റുമതി, ഇറക്കുമതി, വിതരണം, സൂപ്പർമാർക്കറ്റ് എന്നിങ്ങനെ എല്ലാ രംഗങ്ങളിലും സ്ഥാപനങ്ങൾ വളർന്നപ്പോഴും കാർഷിക വൃത്തിയോടുള്ള താൽപ്പര്യത്തിൽ ഒട്ടും കുറവു വന്നില്ല. പലവിധത്തിലുള്ള കൃഷികളും ഇതോടൊപ്പം വലുതാക്കിയത് ഒരു യഥാർത്ഥ കർഷകന്റെ മഹത്വം മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടായിരുന്നു. 1993 ജാനുവരി 15 വറീദ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 2000 എല്ലാ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും കോർത്തിണക്കി ദേവസി മൂലൻസ് ചെയർമാനായി മൂലൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആരംഭിച്ചു. പെൺമക്കളെയും മരുമക്കളെയും കൂടി ഈ ഗ്രൂപ്പിന്റെ കീഴിൽ ബിസിനസ് രംഗത്തേക്ക് എത്തിച്ചു എന്നതാണ് ഒരു പിതാവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ഓർമ്മയോട് പ്രവർത്തിച്ച കാലം വരെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പുണ്യം സ്വാർത്ഥതയില്ലാതെ, പേരിനോ സ്വന്തം പ്രശസ്തിക്കോ വേണ്ടിയല്ലാതെ എല്ലാ പ്രവൃത്തികളിലും നിലനിർത്തിയിരുന്നു. ഒരു കൂട്ടുകുടുംബത്തിന്റെ മഹത്വത്തിലും കെട്ടുറപ്പിലും കുടുംബത്തെയും ബിസിനസ് സംരംഭങ്ങളെയും 2010 വരെ ഒരു കുടക്കീഴിൽ നേർവഴിക്ക് നയിച്ചു എന്നത് മക്കളും ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു. 2010 മുതൽ മൂത്തമകൻ വർഗീസ് ഭാര്യയോടും അവരുടെ കുടുംബാംഗങ്ങളോടും യോജിച്ച് മൂലൻസ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം ബിസിനസ്സുകൾ നടത്തിവരുന്നു. മറ്റ് ആൺമക്കളും പെൺമക്കളും യോജിച്ച് മൂലൻസ് ഗ്രൂപ്പിന്റെ കീഴിൽ മറ്റു ബിസിനസ്സുകളും കൃഷികളും മറ്റും നടത്തിവരുന്നു. കിഡ്നി സംബന്ധമായ രോഗത്താൽ 2014 സെപ്റ്റംബർ 29 രാവിലെ 9:30 ദേവസി നിര്യാതനായി. കുടുംബാംഗങ്ങളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും മുന്നിൽ ഈ ഗുണഗണങ്ങളോടെ ഇന്നും ദേവസി മൂലൻ ജീവിക്കുന്നു. ഭാര്യ ഏലിയ 3.5 വർഷമായി രോഗശയ്യയിൽ തറവാട്ടിലാണ്. അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയും ദൈവത്തിനടുത്ത് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് നിലകൊള്ളുമ്പോഴും അവർ ഇന്നും ഇവിടെ ജീവിക്കുന്നു, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ എന്ന് പ്രിയപ്പെട്ട അപ്പൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ട വല്യപ്പൻ്റെ സ്റ്റാഫ് അംഗങ്ങളും.